റിപ്പോർട്ടർ ഇനി പോകുന്നത് മലപ്പുറം നിലമ്പൂരിലേക്കാണ്. നിലമ്പൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചിട്ട് 30 വർഷം പിന്നിടുന്നു. 1.5 കിലോമീറ്ററിൽ റോഡ് നിർമ്മാണം നടത്തിയതൊഴിച്ചാൽ പിന്നീട് ബൈപ്പാസിനായി ഒരു നിർമ്മാണ പ്രവൃത്തിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സ്ഥലം വിട്ടു നൽകിയ നാട്ടുകാരാകട്ടെ ഇതുവരെ നഷ്ടപരിഹാര തുകയും ലഭിക്കാത്തതിൽ സമരത്തിനൊരുങ്ങുകയാണ്. മലപ്പുറം നിലമ്പൂരിൽ നിന്ന് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് എത്തി നിൽക്കുന്നത് മലപ്പുറം നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ട്. ഇതിന് എന്താണ് പരിഹാരം? നിലമ്പൂരിൽ ഒരു ബൈപ്പാസ് നിർമ്മിക്കുക. ഈ ഒരു ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കൃത്യമായി പറഞ്ഞാൽ 31 വർഷം. ഇതിനായി സ്ഥലം ഏറ്റെടുപ്പൊക്കെ പൂർത്തിയായി. സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായെങ്കിലും സ്ഥലം കൊടുത്ത ആളുകൾക്ക് ഇതുവരെ ഒരു നയ പൈസ പോലും ലഭിച്ചിട്ടില്ല. അപ്പം ഈ വിഷയമാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. റൈഡിംഗ് റിപ്പോർട്ടർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടുകൊടുത്തിട്ടുള്ള ആളുകൾക്കിടയിലാണ്. ഒരു കൂട്ടം സ്ത്രീകളാണ് ഇപ്പം നമുക്കൊപ്പം ഉള്ളത്. ഞങ്ങൾ ഈ ബൈപ്പാസിന് വേണ്ടി കാത്തുനിന്ന് വീട് പറ്റ നശിച്ചു. എല്ലാവരും ഈ കൂടി നിൽക്കുന്നവരുടെ വീടുകളൊക്കെ പോയതാണ്. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ ഞങ്ങളെ കൊണ്ട് കഴിയണില്ല. എവിടെ ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനുള്ള ഒരു സപ്പോർട്ട് കിട്ടണില്ല. അത് ഏത് പാർട്ടിക്കാരാണോ ഏത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലാണോ ഇതിന്റെ വേർതിരിവ് കിടക്കുന്നില്ല ഞങ്ങൾക്കൊന്ന് അറിഞ്ഞു കിട്ടിയാൽ അത്രയും ഉപകാരമായിരുന്നു. വിൽക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് പണയത്തിന് പൈസ കിട്ടൂല, ബാങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ ഞങ്ങൾക്കൊന്നും കിട്ടൂല. പിന്നെ ഞങ്ങളെ കുട്ടികളെ പഠിത്തം, പിന്നെ കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ട്, അതിനൊന്നും ഞങ്ങൾക്കൊരു മാർഗ്ഗമല്ലാതെ ഞങ്ങളിപ്പോൾ വീടെന്തും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ 35 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തിട്ട് സുബേദാറായിട്ട് റിട്ടയർഡായിട്ട് തിരിച്ച് 19 ഹെമറേജ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡിന് വയ്യാതെ സീരിയസ് ആയി. ഇപ്പോൾ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വീട് വിൽക്കാൻ പറ്റില്ല. ഹസ്ബൻഡിന് തീരെ സുഖമില്ല. സർവീസിലിരുന്നിട്ട് ആകെ സമ്പാദിച്ചത് ഈ ഒരു വീട് മാത്രം. പൈസ എന്തെങ്കിലും കിട്ടി തുടങ്ങി? പൈസ ഒന്നും കിട്ടിയില്ല. എന്നും ഇങ്ങനെ ആ ചാനലുകാർ വരും, അളക്കും, പോകും. അളന്ന് ഞങ്ങൾ തൊടുകൊക്കെ എല്ലാതായിട്ടുണ്ട്. അത്ര അളന്നിട്ടുണ്ട്. 4 പെൺകുട്ടികളാണ്. ഈ പൈസ കിട്ടുന്നില്ലതിന് ലോൺ എടുത്ത് നമ്മൾ കല്യാണം കഴിച്ചത്. ഒരു കൊല്ലത്തിന് 1 ലക്ഷമാണ് പൈസ വരുന്നത്. അപ്പൊ ഇതിലെന്തെങ്കിലും തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇതുകൊണ്ട് സാർ ഇപ്പം ജപ്തിയാണ് അടുത്ത ആഴ്ച നോട്ടീസ് വന്ന് കിടക്കുകയാണിത്. പിന്നെ ഇവർ ഈ പൈസ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് ഈ വീട് പൊളിഞ്ഞാടിയപ്പം മാറി താമസിക്കണം എന്ന് പറഞ്ഞ് കുറേ ഞങ്ങൾ വാടകയ്ക്ക് പോയി. പിന്നെ അവിടെ അടുത്ത് സ്ഥലം കിട്ടാനുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളോട് ലോൺ എടുത്ത് നിങ്ങൾ വാങ്ങിക്കോളൂ, ഈ പൈസ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാമെന്ന്. അങ്ങനെ വാങ്ങിയപ്പോൾ ഞങ്ങൾ 12 ലക്ഷം വാങ്ങിയത് 7 ലക്ഷം അടച്ചു. 5 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പലിശയുണ്ട്. ഇപ്പോൾ 15 ലക്ഷത്തിൻ്റെ നോട്ടീസ്. അടുത്ത ആഴ്ച ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇപ്പോൾ ഒരു 5 പേര് മലപ്പുറം ഞങ്ങൾ പോയി വന്നതിന് ശേഷം വന്നിനി ഓലെ അപ്പം ചോദിച്ചു ഞങ്ങൾ സ്ഥലത്തിൻ്റെ വില നിർണ്ണയിക്കാൻ വന്നാന്നാ പറയുന്നത്. പക്ഷെ വേറൊരു മറുപടി ഇല്ല. നമ്മളെ വീടൊക്കെ അങ്ങനെ തന്നെ പൊളിഞ്ഞാടി വീഴാറായ വീടാണ്. റോഡ് വരുന്ന കാരണം കൊണ്ട് കിണർ നന്നാക്കാൻ പറ്റുന്നില്ല. ഒരു 4 റിങ്ങിറക്കി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടും. 4 പേർക്കാർ വെള്ളം കുടിക്കുന്നത് കിണറാണ്. അപ്പം നമ്മളിവിടുത്തെ ഒരു ചെറിയ കവലയിലാണുള്ളത്. അപ്പോൾ നമുക്കിനി ഇവിടെ കൂടിയിട്ടുള്ള ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. 9 ഞങ്ങളൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഇത് സമരം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇത്രയും കാലം ഞങ്ങൾ 31 വർഷം ഞങ്ങൾ സഹിച്ചു നിന്നു. ഇതുവരെ ഒരു നടപടിയും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ MLA ആയാലും ഏത് ഒപ്പ് ആൾക്കാർ വന്നത് ഇതൊന്നും ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ വരുന്ന ഒരു 2 മിനിറ്റ് മുന്നേ റവന്യൂവിൻ്റെ വണ്ടി ഇവിടെ വന്നു. ഞങ്ങൾ എന്തെങ്കിലും ഒരു സമരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓല് ഇന്ന് വരും നാളെ വരും പറഞ്ഞാണ്ട് റവന്യൂ വകുപ്പിന്ന് PWD വകുപ്പിന്ന് 2-3 ഉദ്യോഗസ്ഥന്മാരങ്ങോട്ട് പറഞ്ഞു വരും. എന്നിട്ട് ഓലിക്ക് എന്നും ഇത് വന്ന് ആളെ ഒരു കളിയാക്കി പോണ ഒരു പരിപാടി. ഈ തെരഞ്ഞെടുപ്പിനാണോ വോട്ട് ബഹിഷ്കരിച്ചത്? അതെ. ഇതിന് ഇനി അടുത്ത മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിനും പിന്നെ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിനും രണ്ടിനും ഇനി ബഹിഷ്കരിക്കും. ഇനി വരുന്ന തെരഞ്ഞെടുപ്പൊക്കെ ബഹിഷ്കരിക്കുകയാണ്. ഈ 5 വർഷം കൊണ്ട് എന്തായാലും വരും പറഞ്ഞതാണ്. ഇതുവരെ ഒരു നീക്കുപോക്കളും നടന്നിട്ടില്ല. ഏറ്റവും കൂടി കഷ്ടപ്പെട്ട ആൾക്കാർ ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരാണ് കഷ്ടപ്പെട്ടത്. അൻവറിനൊക്കെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ജയിച്ചു
പിന്നെ ഇവിടെ 4 മീറ്റിംഗ് വെച്ച് അവനെ വിളിച്ച് വന്നില്ല. ഇനിയിപ്പോൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ അവർ ഒരു ഉദ്യോഗസ്ഥന്മാർ വരും, ഓരോ കുറ്റിയിടും, അവർ തിരിച്ചു പോകും. എന്താ ചെയ്യുക? ഇറ്റങ്ങൾക്ക് എന്താ തിന്നുക എനിക്ക് മനസ്സിലാണില്ല. ഇറ്റങ്ങൾ കുറേ ആൾക്കാർ രാവും പകല അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക, തോന്നിയമാര് വന്നാണ്ട് ഓരോ കുറ്റിയടിക്കുക, വരിക പോവുക, 10 ആൾക്കാർ വരിക. എന്നിട്ട് ഇറ്റങ്ങളെ സത്യത്തിൽ ഇവിടെ കാണുമ്പോൾ സങ്കടമാണ്. ഇത്രയും കാലമായിട്ട് ഒരു മനുഷ്യന്റെ പകുതി ആയുസ് ഈ ബൈപ്പാസിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. 31 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നീക്കങ്ങളിലേക്ക് ഇവിടെയുള്ള ആളുകൾ കടക്കുകയാണ്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ.